എന്റെ കൂടെ എന്താടി കൊന്നാടി? ഞാനൊന്നും ചെയ്തില്ല ഞാൻ ചത്താലും കുഴപ്പമില്ല. നിങ്ങൾ കുളിച്ചിട്ട് പോവാൻ നോക്കി. ഈ കേസ് നിങ്ങളുടെ തലയിൽ കിടക്ക്. നിങ്ങൾ കുളിക്കുന്നത് ചെവിക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കുറങ്ങിടാ. എനിക്ക് ശ്വാസം എവിടുന്നോ വന്ന്. എനിക്ക് ഭയങ്കര വയ്യായിക. ഭയങ്കര അല്ലടാ, നിനക്ക് തീരെ വയ്യായിക. എന്തുവാടാ ഒരു രസം. മിണ്ടരുത്. അയ്യോ ചേച്ചി, അങ്ങോട്ടല്ല ഓടിയത്, അങ്ങോട്ട്. ആണോ? കേട്ടാ, അവൻ മണിയന്റെ മോനാ. അവൻ അവിടെ മുങ്ങിയ അവിടെ പോകും. എന്താടാ? ആരോ കല്ലിനെറിഞ്ഞെന്നെ. നീയാണോടി മായ എന്നെ എറിഞ്ഞത്? നിനക്ക് എന്താ വേണ്ട സല്ലേ? എനിക്ക് കുളം പറ്റിച്ചിട്ട് പഞ്ചായത്തിൽ പോണോന്ന്. അച്ഛൻ എടുക്കണ്ട അവിടെ പഞ്ചായത്തില്. അതല്ല, എനിക്കൊരു വീടിന് അപേക്ഷിക്കാൻ വേണ്ടിയാ. അപ്പൊ ചേട്ടന് വീടില്ലേ? വീടുണ്ടായിരുന്നു, കുന്നിന്റെ മണ്ടയിൽ ഒരു വീടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിന് ആ വീട് ഒലിച്ച് നേരെ പ്രവാറിന്റെ വീടിന്റെ മണ്ടയിരുന്നു. നേരം എടുത്തപ്പോ ഞാൻ ചെന്ന് ചോദിച്ചടാ, പ്രവര ആ വീട് എനിക്ക് തരാന്ന് പറഞ്ഞാൽ അവൻ പറയണേ ദൈവം കൊടുത്തേ അവന് 2 നില വീടെന്ന്. തരൂലാന്ന്. അപ്പൊ ചേട്ടന് ഭാര്യയൊക്കെ അവിടെ ആയിരിക്കും താമസിക്കുന്നല്ലേ? ഞാൻ അവിടെ അല്ല, എന്റെ ഭാര്യ ഇപ്പൊ പ്രവാറിന്റെ കൂടാ. എന്താ പ്രഭാകരൻ ഭാര്യനെ ദൈവം കൊടുത്താന്ന്? പ്രഭാകരൻ പാവം, ഭാര്യ പറയണത് പ്രഭാകരനെ അവർക്ക് ദൈവം കൊടുത്തു. പറയൂടാ, നിന്റെ കൂടെയല്ലേ അവള് ജീവിക്കുന്നത്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. ചേട്ടന് വേറെ പണിയൊന്നും ഇല്ലയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാട്ടി പോവും. കൊരങ്ങാണല്ലോ. അത് നിന്റെ കെട്ടിയോ? കൂപ്പിൽ തടി പിടിക്കാനൊക്കെ ഞാൻ പോവാറുണ്ട്. എടാ, സ്നേഹം കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. അവിടൊക്കെ ഇപ്പൊ പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. എടേ, എന്നെ പുലി പിടിക്കൂലല്ലേ? എന്റെ അപ്പൂപ്പൻ ജപിച്ചെന്ന ഏലസ് ഉണ്ട്. പുലിയെ കണ്ടു കഴിഞ്ഞാൽ ഈ ഏലസ് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ പുലി ഓടിക്കളയൂന്ന്. ഒന്ന് പോയിട്ടാ തള്ളാതെ. തള്ളുന്നല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കാട്ടി ചെന്നു. 2 പുലി എന്റെ നേരെ ഇങ്ങനെ വരുവാ. ഞാൻ ഏലസ് ഇങ്ങനെ ഉമ്മ വെക്കാൻ കുനിഞ്ഞതും പുലി ഓടാ ഓട്ടം. അതിലൊരു പുലി ഒരു ഡയലോഗും. ആ ഡയലോഗ് എന്തായിരുന്നു? സ്വന്തമായി ഇങ്ങനെ തുടകടിച്ച് തിന്നണമെങ്കിൽ അവൻ നമ്മളെയും കാട്ടി വലിയ ക്രിമിനലാന്ന് പറഞ്ഞ് ഓടിയത്. ചിരിക്കാത്ത നല്ല മീറ്ററി അടിച്ച കോമഡിയാണ്. നീ അത് വറ്റിച്ചിട്ട് പോവാൻ നോക്കണ്ടേ സല്ലേ? ചേട്ടാ, അത് വറ്റിക്കുമ്പോഴേ ഒരു സ്വർണ്ണ അരിഞ്ഞാണം കിട്ടുമെന്നെങ്കിൽ ഇങ്ങനെ തന്നേക്കണേ. നിന്റെ അടി? അയ്യോ, എന്റെ അല്ല, അനിത ചേച്ചിയുടെ. ഏതനിത? ആ സ്കൂളിന്റെ അവിടെ താമസിക്കും. ഇവിടെ ഒരു മറുകൊക്കെ അതന്നെ. പണ്ട് കറുത്ത ചരട് 3 സെറ്റ് പിന്നോട്ടോണ്ട് കിടന്ന പെണ്ണാണ്. ഇപ്പൊ അവക്ക് സ്വർണ്ണം അരഞ്ഞാണോ കായടേ? അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മഞ്ഞ ചരട് മാറ്റിയാ? നിനക്ക് നാണാവില്ല ഈ ലോകം ഉടായിപ്പോട് സംസാരിക്കാൻ. ആരടി ലോകം ഉടായിപ്പോ? ഞാൻ കൊറോണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് റെഡ് ഓക്സൈഡ് അടിച്ചിട്ട് ചുമന്ന ചീരാന്ന് പറഞ്ഞ് കച്ചവടം നടത്തിയവളാ. അവള് പറഞ്ഞു ഞാൻ ഉടായിപ്പ്. നല്ലടി, നീ അതങ്ങോട്ട് കളയി. ഇത് കളഞ്ഞിട്ട് തുണിയില്ലാതെ കുടുക്കാ കുണ്ടിയായിട്ട് ഞാൻ ഇവിടെ ആണോ? തുണിയുടെ കാര്യമല്ല പറഞ്ഞത്. നീ അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളയാൻ. അയ്യോ, നിങ്ങൾ കുളിക്കാനല്ലേ വന്നേ? അതാ പറഞ്ഞ സമയം കുളി പെട്ടെന്ന് കയറി കുളിക്കന്ന്. നീനക്ക് ഈ പെണ്ണുങ്ങൾ കുളിക്കുമ്പോ ഈ കുളക്കടവിൽ എന്താണ് കാര്യം? ഇല്ല, ഞാൻ വരൂല. കയ്യും കാലം തല്ലി ഓടിക്കണം. എന്തോ അപ്പോളെ ഇങ്ങനെ പറയണേ? പെങ്ങളെ പറഞ്ഞോട് പെങ്ങളെ. നീ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരൂല. സത്യം ചെയ്യടാ. സത്യം കൈ വെക്കും. ഇനി മേലിൽ കുളിക്കടവിൽ വരില്ല. ഇനി മേലിൽ കുളിക്കടവി വരൂല. നാട്ടിലെ സകല സ്ത്രീകളും നിനക്ക് അമ്മയും പെങ്ങളും. ഈ നാട്ടിലെ സകല സ്ത്രീകളും അമ്മയും പെങ്ങളുമാണ് ഒരു കൊച്ചൊഴിച്ച്. അതായത് ഒരെണ്ണമെങ്കിൽ താടെ നമ്മള് പാവം. നിന്നെ നീ ഏരിയ കാണോ? ഇല്ല. ആണല്ലോ? ഇല്ല. എന്നാ പോവാ. പോവാ. എനിക്കൊരു 5 മിനിറ്റ് സമയം തരുമോ? എന്തിനാ? ഇതിന്റെ അകത്ത് ഒരു വരാലിനെ ഞായിട്ടുണ്ട്, അതിനെ പിടിച്ചോണ്ട് പോട്ടെ. വരാലോ? 3 ദിവസം മുമ്പ് ഒരു വരാലിന്റെ ദേഹത്ത് ക്യാമറ സെറ്റ് ചെയ്ത് ഞാൻ ഇത് ഇറക്കി വിട്ട്. അപ്പൊ 3 ദിവസത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂഔട്ട് വേഷമുണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കണേ? നിറഞ്ഞു നിൽക്കുന്ന വലിയ സെലിബ്രിറ്റികളാവുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ. സാധാരണ അങ്ങനെയാണ്, ഫീൽഡിൽ കൊണ്ടുവന്നവരെ മറക്കും. ചിക്കു ചിക്കു ആരാ? വരാലിന്റെ പേരാ ചിക്കു. ചിക്കുവേ, ചിക്കു മക്കളെ വാടാ. ഇതാണോടാ നിന്റെ വരാല്? ചിക്കു 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 ചിക്കു. ക്യാമറ എന്ത്? ക്യാമറ അല്ലേ? ഇതല്ലേ നിന്റെ ക്യാമറ? ഇതെന്നെ നിന്റെ ചൂട് എനിക്കറിയാം. നീയാണ് ഇതിന്റെ പുറകിൽ നിന്ന്. ലോകം അറിയപ്പെടേണ്ട ഒരു ഡയറക്ടറിന്റെ കഴിവിനെ താണ്ട് ഇവള് ചവിട്ടി പൊട്ടിച്ചിട്ടേക്കണേ. രതീഷേ, കൂട്ടുകാരന്മാരല്ലേ വിളിക്കുന്നത്? കൂട്ടുകാരനല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമറ സെറ്റ് ചെയ്ത ഒരു ആമ ഇറക്കി. അവന്റെ പേരാണ് രതീഷ്.
വലിയ സെലിബ്രിറ്റികളാവുമ്പോ നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ